ബാലു ഇടയ്ക്കൊന്ന് ബോഡി ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. ഞാനാ? പിന്നെ എന്നിട്ടാണ് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ആ ടെൻഷനാൻ വേണ്ടി ബോഡി ചെക്കപ്പ്. ഇതാണ് കുഴപ്പം, എല്ലാവരുടെയും കുഴപ്പം ഇതാണ്. ടെൻഷൻ ആവുമെന്ന് വെച്ച് ചെയ്യില്ല, പക്ഷെ അങ്ങനെ ചെയ്യണം ഇടയ്ക്ക്. ആദ്യം നീ പോയി ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യേ. ഞാൻ ചെയ്യണം. എനിക്ക് ഒന്നാമത് ഈ പുറത്തുള്ള ആഹാരം ശരിയാവില്ല. പിന്നെ ഇവിടുന്ന് നീ പൊതിച്ചോറ് കെട്ടി തന്നു കഴിഞ്ഞാൽ സമയത്ത് കഴിക്കാനും പറ്റില്ല. ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റ്, അതിൽ നിന്ന് അവിടെ വേറെ സൈറ്റ്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അതൊന്നും ഒന്നും പറ്റൂല. അത് എന്തത് എന്ത് ചോര ചോര ശ്രീകുട്ടാ ഗൗരിയായി മകളാടാ. എന്തോന്ന് എന്തോന്ന് പറ്റി? എന്താണ് ഇല്ല ചേച്ചി ചോര ചേച്ചി പറയേച്ചി എന്താ ചേച്ചി? ഒന്നുമില്ലടാ. ചോദിച്ചല്ലേ, നീ പറയണില്ലല്ലോ എന്താണെന്ന് കാര്യം. ഇതെന്തോ പറഞ്ഞ ടെൻഷൻ പിടിച്ച് കൊല്ലുമല്ല നിങ്ങളെല്ലാരും കൂടെ. വണ്ടി വിളി. എടാ വണ്ടി വിളിയടാ. എനിക്ക് കൈയും കാലും ഒന്നും ആടണ്ടാ. എനിക്ക് വണ്ടി വിളി. വേണ്ടെന്ന് പറഞ്ഞ ചോര വരുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, അത് മാറിക്കോളും. ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോവാമ്മ. വേണ്ടത് വേണ്ട, ഹോസ്പിറ്റലിൽ പോണ്ടേ. പിന്നെ അത് മാറിക്കോളും. ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോ എന്തെങ്കിലും പൊട്ടിയിരിപ്പുണ്ടായിരിക്കും. ഞാൻ അവള് മൂക്കിൽ ചോര ഒളിപ്പിച്ചിട്ട് സമാധാനം പറയണ കുട്ടപ്പണവളെ. എടി എന്ന് തുടങ്ങി പറ, എന്ത് തുടങ്ങിയത്? ഇത് ഇന്നലെ തുടങ്ങിയതല്ലേ. പറയേച്ചി എന്താണ് പറ. ഇത് വലിയ കഷ്ടമല്ലേ? ചെറിയൊരു കാര്യത്തിന് നിങ്ങൾ എല്ലാരും കൂടെ എന്തിനിങ്ങനെ കാണിച്ചു കൂട്ടണത്? ഈ കൊച്ച മരക്കുറ്റി പോലെ നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്താണെന്ന് അനലൈസ് ചെയ്യ്. ഇപ്പൊ അനലൈസ് ചെയ്തവളങ്ങ് പറയും. വണ്ടി വിളിക്കടാ. എടാ വണ്ടി വിളിയടാ. അങ്ങോട്ട് വിളിക്കാൻ പോയപ്പോ അമ്മ സമ്മതിക്കില്ല മാമ. നീക്കൊന്ന് സമാധാനപ്പെട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ സത്യം പറയാം, ഉള്ള സത്യം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം അടുക്കള ഈ മഴയൊക്കെ അല്ലേ തെന്നി സത്യം പറ. അടുക്കളയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഒന്ന് വീണായിരുന്നു. അപ്പൊ ആ മറ്റേ ഇരുമ്പ് ഡോറില്ലേ, അവിടെ എന്റെ മൂക്കൊന്ന് അടിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ മൂക്കിലിങ്ങനെ വിരലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മുറിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ചോര ആയിരിക്കും ഇപ്പൊ വരണത്. എവിടെ അടിച്ച്? തലല്ല ഇങ്ങനെ മൂക്കിടിച്ചായിരുന്നു. അതാണ്, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. വെറുതെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണത്? സത്യം സത്യം ഞാൻ സത്യമല്ലേ പറയുള്ളൂ. പിന്നെന്താ? ഇട് വിട്ടേ ബാലു, വീട് ബാലു. ഇതെന്തോന്നത്? ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണ. വെറുതെ എന്നെ കൂടി ടെൻഷൻ അടുപ്പിക്കും. വിട്ടേ ബാലു ഒന്ന്. കാണിക്കണേ എന്തല്ലേ ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം. അതെ ചേച്ചി പോവാം. ഇല്ല ചേച്ചി പോകുന്നതായിരിക്കും നല്ലത്. ഇനിയല്ല, 2-3 പ്രാവശ്യമായില്ലേ, നമുക്ക് പോവാം. അതാണ് നല്ലത്.